So synonyms and antonyms are always an important part of English language. ഇത് വന്നിട്ട് കംപ്ലീറ്റ് ഗ്രാമർ അല്ല. സിനോണിംസ് ആൻഡ് ആന്റണിംസ് എന്ന് പറയുന്നത് ഗ്രാമറിന്റെ പാർട്ടാണ്. ബട്ട് ഇത് വന്നിട്ട് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ലെസൺ ആണ്. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ വേർഡ് പവർ. ഇംഗ്ലീഷിൽ ഡിഫറെന്റ് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്ത് ശീലിക്കാൻ നമുക്ക് വേർഡ് പവർ നല്ല സ്ട്രോങ് ആയിരിക്കണം. സോ വേർഡ് പവർ ഡെവലപ്പ് ആവണം എന്നുണ്ടെങ്കിൽ സിനോണിംസ് ആൻഡ് ആന്റണിംസ് നമ്മൾ നല്ലോണം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരുപാട് സിനോണിംസ് ഉണ്ട്, ഒരുപാട് ആന്റണിംസ് ഉണ്ട്. We have a lots of synonyms and antonyms in English. Thousands and thousands of synonyms and antonyms. അത് പറഞ്ഞിട്ട് നമുക്ക് is it possible to study all the synonyms and antonyms? It doesn't mean like that. അങ്ങനെയല്ല. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സുകളുടെ ഒക്കെ സിനോണിംസും അതുപോലെ ആന്റണിംസും നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. Now, what are synonyms? Have you heard of this word synonym? No. ഓക്കെ, സിനോണിംസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, സെയിം മീനിങ് വരുന്ന അല്ലെങ്കിൽ സിമിലർ മീനിങ് വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ബിഗ് എന്ന് പറയുന്ന വേർഡ്, ബിഗ് ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്, അതിന്റെ സെയിം മീനിങ് അല്ലെങ്കിൽ ഏകദേശം സിമിലർ മീനിങ് വരുന്ന ഒരു വേർഡ് എഴുതണം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ സിനോണിം എന്ന് പറയും. ബിഗിന് ഒരു സിനോണിം തരാൻ പറ്റും. എക്സാക്ട് മീനിങ് ആവണമെന്നില്ല, ഏകദേശം ഓൾമോസ്റ്റ് ഒരു സിമിലർ മീനിങ് വന്നാലും മതി, സിനോണിം തന്നെയാണ്. വെരി ഗുഡ്, ലാർജ്. അപ്പോ ലാർജർ എന്ന് നമ്മൾ പറയേണ്ട ലാർജ് എന്ന് പറഞ്ഞാൽ മതി. വെരി ഗുഡ്. ഇപ്പൊ ബിഗ്, ലാർജ്, ഹ്യൂജ് എന്ന് പറയാം അല്ലെ, അതുപോലെ നമുക്ക് ഹ്യൂജ് പറയാം. അപ്പൊ ഇതെല്ലാമാണ് സിനോണിംസ്. ഓക്കെ, അപ്പൊ വേർഡ്സ് വിത്ത് സെയിം മീനിങ്സ് ആർ കോൾഡ് സിനോണിംസ്. അപ്പോ ആന്റണിംസ് എന്തായിരിക്കും? ഗസ് ചെയ്ത് നോക്കൂ. സെയിം മീനിങ് പര്യായമാണ് സിനോണിംസ്. വേർഡ്സ് വിത്ത് സെയിം മീനിങ്സ്, പര്യായ വചനങ്ങൾ, പര്യായ വാക്കുകളാണ് സിനോണിംസ്. ഒരേ മീനിങ് ആണ് സിനോണിംസ്. അപ്പൊ ആന്റണിംസ് എന്തായിരിക്കും? ഓക്കെ, ഇഫ് യു ഡോണ്ട് നോ ഐ വിൽ ടെൽ യു. ഓപ്പോസിറ്റ്സിനെയാണ് ആന്റണിംസ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ്സ് എന്ന് കേട്ടിട്ടില്ലേ? ഫോർ എക്സാമ്പിൾ, ഗുഡ്, ബാഡ്, ഡേ, നൈറ്റ്, ആന്റണിംസ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഓപ്പോസിറ്റ്സിനെയാണ് ആന്റണിംസ് എന്ന് പറയാം. ഒരു വേർഡിന്റെ ഓപ്പോസിറ്റ് ചോദിക്കാം, നീറ്റ്, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡേർട്ടി. വെരി ഗുഡ്, നീറ്റ്, ഡേർട്ടി. ഓക്കെ, അപ്പൊ അതാണ് ആന്റണിംസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഓപ്പോസിറ്റ്സ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇനി മുതൽ, അതായത് ഇനിയിപ്പോ നെക്സ്റ്റ് ഇയർ മുതലോ അല്ലെങ്കിൽ ഹൈസ്കൂൾ മുതലോ നിങ്ങൾ അതിന് ആന്റണിംസ് എന്ന വേർഡിനായിരിക്കും പഠിക്കുന്നത്. സോ സിനോണിംസ് ആൻഡ് ആന്റണിംസ് പഠിക്കാൻ ഏജ് ഒന്നുമില്ല, ഏത് ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. സ്കൂൾസിൽ നമ്മൾ ചിലപ്പോൾ ലേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ടാവാം, പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളത് പേഴ്സണൽ ആയിട്ട് നമ്മൾ ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടോ ഒക്കെ ഇതുപോലെ പഠിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ബിക്കോസ് ഇത് അത്ര ടഫ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കേ അല്ല. ആകെ നിങ്ങൾ ഇതിൽ രണ്ട് വാക്കുകളാണ് മെയിൻലി കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്ക് എന്ന് പറയുന്നത്, ഈ സിനോണിം, ആന്റണിം എന്ന് പറയുന്ന ആ രണ്ട് കീ ടേംസ് മാത്രമാണ്. ആ രണ്ട് വാക്കുകളായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് ഒരുപക്ഷെ കേൾക്കുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. സിനോണിംസ് എന്ന് പറയുമ്പോൾ പര്യായ ശബ്ദങ്ങൾ, ആന്റണിംസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് വേർഡ്സ്. ഓക്കെ, സോ നമുക്ക് എന്താണ് സിനോണിംസ് എന്നുള്ളത് നോക്കാം. യെസ്, ഫസ്റ്റ് സിനോണിംസ് ആണ്. Synonyms are the words that have the same or almost the same meaning as another word. അതിൽ പ്രത്യേകം പറയുന്നുണ്ട് സെയിം മീനിങ് ഓർ ഓൾമോസ്റ്റ് ദ സെയിം മീനിങ് എന്ന് പറഞ്ഞാൽ കൃത്യമായ അതേ മീനിങ് ഉള്ള, കൃത്യമായിട്ടുള്ള സെയിം മീനിങ്, അതുമല്ലെങ്കിൽ ഏകദേശം ഒരു സിമിലാരിറ്റി ഉള്ള വേർഡ് ആണെങ്കിലും നമുക്ക് സിനോണിം ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ എപ്പോഴും വളരെ കറക്റ്റ് മീനിങ് ഉള്ള വേർഡിനെ തന്നെ സിനോണിം ആയിട്ട് ചൂസ് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് പോസിബിൾ ആവില്ല. അപ്പൊ ഏകദേശം സിമിലർ മീനിങ് വരുന്ന വേർഡിനെ നമുക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ റൺ എന്ന് പറയുന്നുണ്ട്. റണ്ണിന് നമുക്ക് കറക്റ്റ് ഇപ്പൊ പറയുകയാണെങ്കിൽ എക്സാക്ട് ആയിട്ട് ഇപ്പൊ റണ്ണിന് ഒരു വേർഡ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്യാം, ജോഗ് എന്നുള്ള വേർഡിന് അതിന്റെ സിനോണിം ആയിട്ട് എഴുതാം. പക്ഷെ റണ്ണിങ്ങും ജോഗിങ്ങും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഇല്ലേ? റൺ പറയുമ്പോൾ അതിന്റെ സ്പീഡ് ഇൻക്രീസ്ഡ് ആണ്,
ജോഗ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്പീഡ് കുറച്ച് ഡിക്രീസ് ആവും. ബട്ട് ആ ആക്ഷൻസ് രണ്ടും പക്ഷെ സിമിലർ ആണ്. ജോഗിങ്ങിൽ തന്നെ ഒന്ന് സ്പീഡ് കൂട്ടിയാൽ അത് റണ്ണിങ് ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ഇവർ തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും ദേ ആർ സിമിലർ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അവരെ സിനോണിംസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ എക്സാമ്പിൾസ് ഫോർ സിനോണിംസ് പറയുന്നത് സ്റ്റാർട്ട്, അതിന് ബിഗിൻ എന്ന് പറയാം. റിച്ച്, വെൽതി എന്ന് പറയാം. സ്കേർഡ്, ഫ്രൈറ്റൻഡ് എന്ന് പറയാം. അല്ലേ? ഇനി വാട്ട് ആർ ആന്റണിംസ്? ആന്റണിംസ് ആർ ദ വേർഡ്സ് ദാറ്റ് ഹാവ് ദ ഓപ്പോസിറ്റ് മീനിങ് ഓഫ് അനദർ വേർഡ്. ഒരു വാക്ക് തന്നിട്ട് അതിന്റെ ആന്റണിം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഓപ്പോസിറ്റിനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സിനോണിംസ് ആൻഡ് ആന്റണിംസിന്റെ ബേസിക് ഐഡിയ മനസ്സിലായല്ലേ? ക്ലിയർ? Yes. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് കുറച്ച് വേർഡ്സ് ഉണ്ട്. സോ ഈ ഫസ്റ്റ് 10 വേർഡ്സ് ഒന്ന് റീഡ് ചെയ്യാം. ഓരോ വേർഡും അതിന്റെ സിനോണിമും റീഡ് ചെയ്യാം. Afraid, scared, frightened, ഫ്രൈറ്റൻഡ്. neat, റീഡ് ചെയ്യൂ. dirty, ഫ്രൈറ്റൻഡ് എന്ന് റീഡ് ചെയ്യൂ. റിപ്പീറ്റ് ചെയ്യൂ. frightened, ഫ്രൈറ്റൻഡ്. frightened, neat, dirty, clean. ഇത് ആന്റണിംസ് അല്ല, അത് സിനോണിംസ് ആണ്. ഡേർട്ടി ആണോ? അത് നോക്കൂ, TIDY എന്നാണ്. Tidy. ടൈഡി. ആ, നോക്കി വായിക്കണേ. സൂം ചെയ്യണോ? ഞാൻ സ്ക്രീൻ സൂം ചെയ്യണോ? കാണുന്നില്ലെങ്കിൽ പറയണം കേട്ടോ, അതായത് എനിക്കറിയാൻ പറ്റുള്ളൂ. കണ്ടിന്യൂ. Present, gift, reward, award. Automobile, car, vehicle. Big, large, huge. Blank, empty, hollow. Cap, hat. Center, middle, inside. ഒന്നും കൂടെ ഉണ്ട്. Evil, ഈവിൾ. evil, bad, wicked. വെരി ഗുഡ്. ഓക്കെ, മോൻ എടവണ്ണപ്പാറ എന്നാണോ പറഞ്ഞത്? മോന്റെ പ്ലേസ് എടവണ്ണപ്പാറ എന്നുള്ള സ്ഥലത്തിലാണോ ഉള്ളത്? കൊച്ചമ്പലം. കോഴിക്കോടാണോ? അല്ലല്ലോ. അല്ല, എറണാകുളം. ശരി ശരി, ഇവിടെ ഒരു എടവണ്ണപ്പാറ ഉണ്ട്, അതാ ചോദിച്ചത്. ഓക്കെ ഓക്കെ. ഓക്കെ, സോ അഫ്രൈഡ്, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? സ്കേർഡ് എന്ന് പറയാം, ഫ്രൈറ്റൻഡ് എന്ന് പറയാം. ഫ്രൈറ്റൻഡ്. ഓക്കെ, ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാൽ ഐ എം അഫ്രൈഡ് ഓഫ് ലിസാർഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ഐ ആം സ്കേർഡ് ഓഫ് ലിസാർഡ്സ് എന്നും പറയാം, ഐ എം ഫ്രൈറ്റൻഡ് ഓഫ് ലിസാർഡ്സ് എന്നും പറയാം. ഇനി നീറ്റ് നമുക്ക് പറയാം ക്ലീൻ, ടൈഡി. ഓക്കെ, പ്രസന്റ് എന്ന് പറയുന്നത് നമുക്ക് ഗിഫ്റ്റ് എന്ന് പറയാം, റിവാർഡ് എന്ന് പറയാം, അവാർഡ് എന്നും പറയാം. ഇപ്പൊ അവാർഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സമ്മാനം എന്നുള്ള മീനിങ്ങിലാണ്, അല്ലെങ്കിൽ ഒരു പുരസ്കാരം എന്നുള്ള മീനിങ്ങിലാണ് മലയാളത്തിൽ. അപ്പോ അവാർഡിന് നമുക്ക് സമ്മാനം എന്നും പുരസ്കാരം എന്നും രണ്ട് രീതിയിലും പറയാം. അപ്പോൾ നമ്മൾ അതിനൊരു ഗിഫ്റ്റ് എന്നുള്ള മീനിങ്ങിൽ കണക്കാക്കുകയാണെങ്കിൽ അത് പ്രസന്റിന്റെ സിനോണിം ആയിട്ട് എടുക്കാം. മറ്റേത് നമ്മളൊരു പുരസ്കാരം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു പ്രസന്റ് ആവില്ല. അപ്പൊ ഈ അവാർഡ് എന്ന് പറയുന്ന വേർഡിന് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അതിന്റെ മീനിങ് മാറ്റി കൊടുക്കണം. ഐ ഗോട്ട് ആൻ അവാർഡ് ഫ്രം മൈ സ്കൂൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രസന്റിന് തുല്യമാണ്, ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റിന് തുല്യമാണ്. റിവാർഡ് എന്ന് പറയുമ്പോൾ അതുപോലെ എന്താണ്, ഒരു ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു പാരിതോഷികം, അതൊക്കെയാണ് റിവാർഡ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പ്രസന്റിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് ഗിഫ്റ്റ് വന്നു, റിവാർഡ് ആൻഡ് അവാർഡും വന്നു. നെക്സ്റ്റ് ഇസ് ഓട്ടോമൊബൈൽ, കാർ ഓർ വെഹിക്കിൾ. ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കാറിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ഓട്ടോമൊബൈൽ സിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത് ശരിക്കും ഉദ്ദേശിക്കുന്നത് 4 വീലറിനെയാണ്. പക്ഷെ ലാർജർ വെഹിക്കിൾസിനെയും അത് ചില സമയങ്ങളിൽ മീൻ ചെയ്യാറുണ്ട്. ഇപ്പൊ ലോറി അല്ലെങ്കിൽ എന്താണ് മറ്റേ വാൻ, ബസ്, ഇതും ഓട്ടോമൊബൈലിൽ കൺസിഡർ ചെയ്യാം. അതുകൊണ്ടാണ് കാർ, വെഹിക്കിൾ എന്ന് രണ്ട് സിനോണിംസ് വന്നത്. ഓക്കെ, പിന്നെ ബിഗ്, നേരത്തെ ആദ്യം അത് പറഞ്ഞ പോലെ ലാർജ് ഉണ്ട്, ഹ്യൂജ് ഉണ്ട്. ഓക്കെ, പിന്നെ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കാലിയായിട്ടുള്ളത്. അപ്പൊ എംപ്റ്റി, ഹോളോ എന്നും നമുക്ക് അതിനെ പറയാം, ഹോളോ. പിന്നെ അതുപോലെ ക്യാപ്പ്, ഹാറ്റ്. ക്യാപ്പും ഹാറ്റും ഏകദേശം സിമിലർ ആണ്. അവർ കാണാൻ ഡിഫറെന്റ് ആയിരിക്കും, ഇല്ല എന്ന് പറയുന്നില്ല, ബട്ട് അവരുടെ പർപ്പസ് സെയിം തന്നെയല്ലേ.
എന്തിനാണ് ഒരു ക്യാപ്പ് ഇടുന്നത് അല്ലെങ്കിൽ ഒരു ഹാറ്റ് വെയർ ചെയ്യുന്നത്? സൺലൈറ്റ് കൊള്ളാണ്ടിരിക്കും. സൺലൈറ്റ് കൊള്ളാണ്ടിരിക്കാൻ അല്ലേ? യെസ്. അപ്പൊ ഡെഫിനറ്റ്ലി ദർ പർപ്പസ് ഇസ് സെയിം, ബട്ട് ദർ ഷേപ്സ് ഓർ ദർ സ്ട്രക്ചേഴ്സ് ആർ ഡിഫറെന്റ്. തൊപ്പി പറയുമ്പോൾ കറക്റ്റ് ഇങ്ങനെ റൗണ്ട് ആയിട്ട് മുന്നിൽ ഒരു ഇതുണ്ടാവും, ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും. ഹാറ്റ് അങ്ങനെയല്ല, കുറച്ചൊരു മിഡിൽ സൈഡ് ഇങ്ങനെ കുറച്ച് പൊന്തി ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും. മിഡിൽ സെന്റർ പാർട്ട് ചുറ്റിലും സർക്കിൾ ആയിരിക്കും. ബട്ട് ദ പേർപ്പസ് ഇസ് സെയിം. അതുകൊണ്ട് നമുക്ക് അതിനെ സിനോണിംസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ സെന്റർ. സെന്റർ എന്ന് പറഞ്ഞാൽ നടുവിൽ. സോ മിഡിൽ, ഇൻസൈഡ്, ഇങ്ങനെ രണ്ട് മീനിങ്സ് പറയാം. ആൻഡ് ഇവിൾ, ഇവിൾ എന്ന് പറഞ്ഞാൽ ദുഷ്ടശക്തി എന്നൊക്കെ വേണമെങ്കിൽ മീൻ ചെയ്യാം. ഹീസ് ആൻ ഇവിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ദുഷ്ട വ്യക്തിയാണ്, ദുഷിച്ച വ്യക്തിയാണ്. അപ്പൊ ഇവിൾ എന്നുള്ളതിനൊക്കെ ബാഡ്, വിക്കഡ്, വിക്കഡ്. ഓക്കെ, അറിയില്ലെങ്കിൽ പുതിയ വേർഡ്സുകൾ അറിയില്ലെങ്കിൽ പഠിക്കാം. ഓക്കെ, ഇനി ഒരു വേർഡും കൂടെ ഇതിലുണ്ട്, ഫേമസ്, വെൽ നോൺ, പോപ്പുലർ. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഒരു ഫേവറേറ്റ് ആക്ടറുടെ നെയിം പറഞ്ഞേ. വിജയ്. വിജയ്. ഓക്കെ, സോ വിജയ് ഈസ് എ ഫേമസ് തമിഴ് ആക്ടർ. അങ്ങനെയും പറയാം. വിജയ് ഈസ് എ വെൽ നോൺ തമിഴ് ആക്ടർ എന്നും പറയാം. വിജയ് ഈസ് എ പോപ്പുലർ തമിഴ് ആക്ടർ എന്നും പറയാം. പ്രശസ്തമായത്, അതാണ് ഫേമസ്, വെൽ നോൺ, പോപ്പുലർ, ഇതിന്റെയൊക്കെ മീനിങ്. ക്ലിയർ? യെസ്. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് സെറ്റ് വായിച്ചോളൂ. ഫാദർ, ഡാഡ്, ഡാഡി, ഫണ്ണി, സില്ലി, പ്ലേഫുൾ, ക്രേസി, garbage, trash, junk, waste, gloomy, sad, unhappy, happy, glad, joyful, cheerful, hide, cover, house, home. അടുത്തത് കൂടെ വായിച്ചോ. Priya, ഇല്ല. ill, sick, unwell, മതി മതി. idea, thought. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, 10 വേർഡ്സ് ആയിട്ട് വായിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഫാദർ, ഡാഡ്, ഡാഡി എന്നൊക്കെ നമുക്ക് പറയാം. ഡാഡി എന്നുള്ളത് പിന്നെയും നമ്മള് എന്താണ് ഒരു ഇൻഫോർമൽ യൂസേജ് ആയിട്ട് നമുക്ക് പറയാം. ഡാഡ് എന്നുള്ളത് നമുക്ക് ഫോർമൽ ആയിട്ട്, അതായത് കുറെ രണ്ടും അങ്ങനെ ഫോർമൽ ഇൻഫോർമൽ എന്ന് പറയാനില്ല. നമ്മളിപ്പോ പലവരും വീട്ടിലെ അച്ഛനും അമ്മേനെയും പോലെ മമ്മി ഡാഡി എന്നൊക്കെയാണ് വിളിക്കുന്നത് അല്ലെ. അതിനകത്ത് എന്താ വിളിക്കുക? അച്ഛൻ അമ്മ എന്നാണോ വിളിക്കുക, അല്ല മമ്മി ഡാഡി എന്നാണോ വിളിക്കുക? അത് തന്നെയാണ് നമുക്ക് നല്ലത് അല്ലെ, അച്ഛ അമ്മയെന്ന് വിളിക്കാം. അതെ, കുറെ പേര് സ്റ്റൈലിന് വേണ്ടിയിട്ടൊക്കെ വീട്ടിൽ എന്താണ് ട്രെൻഡിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ വിളിപ്പിക്കാറുണ്ട് കുട്ടികളെ കൊണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഒരു കൾച്ചർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, നമ്മുടെ കൾച്ചർ ഫോളോ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ബട്ട് നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് മറ്റുള്ള കൾച്ചറിൽ. അതായത് ഇതൊക്കെ മെയിൻലി ഇംഗ്ലീഷ് കൺട്രീസിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഫോറിൻ കൺട്രീസിലാണ് ഈ ഡാഡ്, ഡാഡി, അല്ലെങ്കിൽ മദറിനാണെങ്കിൽ മോം, മമ്മി, മോം, മോമി ഇങ്ങനെ പറയും. സോ അതൊക്കെ നമ്മളുടെ ഒരു ലേണിങ്ങിന്റെ പാർട്ടായിട്ട് എടുക്കാമെന്നല്ലാണ്ട് നമ്മുടെ വീടുകളിൽ നമ്മളത് യൂസ് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അല്ലെ. നമുക്ക് നമ്മുടെ ഓൺ ലാംഗ്വേജ്, നമ്മുടെ മദർ ടങ് എന്താണ്, മലയാളമാണ് അല്ലെങ്കിൽ തമിഴാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം. ഓക്കെ, ബട്ട് നമ്മൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫണ്ണി. ഫണ്ണി എന്ന് പറയുമ്പോൾ വളരെ രസകരമായത്, തമാശയുള്ളത്. സോ സില്ലി അല്ലെങ്കിൽ ക്രേസി, പ്ലേഫുൾ എന്നൊക്കെ നമുക്കതിന് പറയാം. ഇനി ഗാർബേജ്. ഗാർബേജ് എന്താണെന്ന് അറിയാലോ, നമ്മുടെ വേസ്റ്റ്. അപ്പൊ ട്രാഷ്, ജങ്ക്, വേസ്റ്റ് എന്നൊക്കെ അതിന് പറയാം. ട്രാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ, മൊബൈൽ ഫോണിലൊക്കെ ട്രാഷ് എന്നൊരു ഫോൾഡർ ഉണ്ടാവും. അതുപോലെ ജങ്ക് എന്നൊരു ഫോൾഡർ ഉണ്ടാവും. അതായത് നമ്മൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത ആപ്സ്, ഓപ്പൺ ചെയ്യാത്ത ആപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രാഷിന്റെ ഫോൾഡറിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പോയി കിടക്കും. ചില ഫോൺസിൽ അങ്ങനെ ഒരു സെറ്റിങ്സ് ഉണ്ട്. അത് തന്നെ നമ്മളോട് ചോദിക്കും, ഈ ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലല്ലോ, സോ ഡു യു വാണ്ട് ടു അൺഇൻസ്റ്റാൾ ദ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അത്രയും സ്റ്റോറേജ് നമുക്ക് കിട്ടുമല്ലോ അൺഇൻസ്റ്റാൾ ചെയ്താൽ. അതിനു വേണ്ടി ഗാർബേജിന് ട്രാഷ്, ജങ്ക്, വേസ്റ്റ് എന്നൊക്കെ പറയും. ഇനി ഗ്ലൂമി. ഗ്ലൂമി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡാർക്ക്നെസ് എന്നാണ് മീനിങ്. പക്ഷെ ഗ്ലൂമി, ഹീസ് വെരി ഗ്ലൂമി എന്ന് പറഞ്ഞാൽ ഹീസ് വെരി സാഡ് എന്നാണ്. നിരാശ ബാധിച്ചിരിക്കുകയാണ്, അൺഹാപ്പിയാണ്. ഓക്കെ, ഹാപ്പി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്ലാഡ് എന്ന് എഴുതാം, ജോയ്ഫുൾ എന്ന് എഴുതാം, ചിയർഫുൾ എന്ന് എഴുതാം. ഒരു വാക്കും കൂടെ ഉണ്ട്,
Pleasant. Pleasant. Have you heard of that word? Pleasant. Have you heard that word? കേട്ടിട്ടുണ്ടോ ആ വേർഡ് പ്ലസന്റ്? അതിന്റെ മൈക്ക് ഓഫിലാണ് തോന്നുന്നുണ്ടോ? മൈക്ക് ഓഫിൽ തന്നെയാണുള്ളത്. ഓക്കെ, ഏതായാലും നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഹൈഡ്, കവർ. മൂടി വെക്കുക അല്ലെങ്കിൽ മറച്ചു വെക്കുക. ഹൈഡ്, കവർ. ഹൗസിനെ നമുക്ക് ഹോം എന്ന് പറയാം. പിന്നെ ഇൽ പറയുമ്പോൾ someone who is not well, someone who is feeling sick. സോ ഇല്ലിനെ നമുക്ക് സിക്ക്, Yes. സിക്ക് എന്ന് പറയാം, അൺവെൽ എന്ന് പറയാം. ഓക്കെ. പിന്നെ ഐഡിയ, ഒരു തോട്ട്, ഒരു പുതിയ ഐഡിയ, പുതിയൊരു തോട്ട്. ഓക്കെ ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് ജോഗ് മുതലുള്ളതുണ്ട്. യെസ്, റീഡ് ചെയ്തോളൂ അതിനകത്ത്. പ്ലീസ് കണ്ടിന്യൂ. നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കാം. വളരെ ലേറ്റ് ആയിട്ടാണ് ആൻസേഴ്സ് കേൾക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ റീഡ് ചെയ്യാം. ഓക്കെ, നെറ്റ് ഓക്കെ ആയിട്ട് അതിനകത്ത് റീഡ് ചെയ്യും. നെക്സ്റ്റ് നോക്കാം. പറ്റുന്നുണ്ടോ? റീഡ് ചെയ്യാൻ പറ്റുമോ? Yes. കണ്ടിന്യൂ ചെയ്തോളൂ. Jog, run, listen, hear, little, small, tiny, mother, mom, mummy, look, see, glance, stare, mad, angry, ഫ്യൂറിയസ്, furious, quick, fast, swift, quiet, clam, കാം, കാം. rest, relax, ഓക്കെ, അപ്പൊ ജോഗ് എന്നുള്ളതിനെ നമുക്ക് റൺ എന്ന് പറയാം. ലിസണിന് ഹിയർ എന്ന് പറയാം. ലിറ്റിലിന് സ്മോൾ അല്ലെങ്കിൽ ടൈനി എന്ന് പറയാം. ടൈഡി വേറെ ടൈനി വേറെയാണ് കേട്ടോ. ടൈഡി എന്ന് പറഞ്ഞാൽ ക്ലീൻ, നീറ്റ് എന്നുള്ള മീനിങ്. ടൈനി എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ, വളരെ ചെറിയൊരു സാധനത്തിന് ടൈനി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ആൻഡ് ഇസ് എ ടൈനി ഇൻസെക്ട് അല്ലെ? ആൻഡ് ഇസ് എ ടൈനി ഇൻസെക്ട്. ഇനി മദറിന് മോം, മോമി. ലുക്കിന് നമുക്ക് സീ, ഗ്ലാൻസ്, സ്റ്റെയർ എന്നൊക്കെ പറയാം. ശരിക്കും ഈ സീയും ഗ്ലാൻസും നോക്കുക എന്നുള്ള മീനിങ് ആണ്. എന്നാൽ സ്റ്റെയർ എന്ന് പറയുന്നത് ശരിക്കും നോക്കുക എന്നുള്ളതിനെക്കാട്ടിലും തുറച്ചു നോക്കുക എന്നുള്ള മീനിങ് ആണ് സ്റ്റെയറിന്. വൈ ആർ യു സ്റ്റെയറിംഗ് അറ്റ് മീ എന്ന് പറഞ്ഞാൽ എന്തിനാ എന്നെ തുറച്ചു നോക്കുന്നത്? അപ്പൊ എന്നെ എന്തിനാ ഇങ്ങനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചോദിക്കില്ല. അപ്പൊ സ്റ്റെയർ എന്ന് പറയുന്നത് ഏകദേശം നോക്കുക എന്നുള്ള മീനിങ് ആണ്. അതുകൊണ്ടാണ് ഇത് സിനോണിമിന്റെ സെക്ഷനിൽ വരാൻ കാരണം. ഓക്കെ, അപ്പൊ എക്സാക്ട് മീനിങ് സീ, ഗ്ലാൻസും ഉണ്ട്. സ്റ്റെയർ എന്ന് പറയുന്നത് സിമിലർ മീനിങ് ആണ്. ഇനി അടുത്തത് നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ വാച്ച് പറയാം. നോക്കിക്കൊണ്ടിരിക്കുക, കാണുക, വാച്ച്. ഓക്കെ, ഐ എം വാച്ചിങ് എ ടി വി സീരീസ്, ഐ എം വാച്ചിങ് എ ക്രിക്കറ്റ് മാച്ച്. അപ്പൊ നോക്കുക, കാണുക ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും സിനോണിംസ് ആണ്. പിന്നെ മാഡ്, മാഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മാഡ് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് എന്നുള്ള മീനിങ് ആണ്. പക്ഷെ ഇവിടെ ആംഗ്രി, ഫ്യൂരിയസ് എന്ന് പറയാൻ കാരണം മോസ്റ്റ്ലി നമുക്ക് ദേഷ്യം വന്നാൽ ഭ്രാന്താവും ചില സമയങ്ങളിൽ. മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് മാഡിന് ആംഗ്രി, ഫ്യൂറിയസ് എന്ന് മീനിങ്സ് വന്നിട്ടുള്ളത്. ഫ്യൂറിയസ് എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുക. ഫ്യൂറിയസ് എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യേണ്ടത്? furious, വെരി ഗുഡ്. പിന്നെ ക്വിക്ക്, ഫാസ്റ്റ്, സ്വിഫ്റ്റ്, റാപ്പിഡ് എന്ന് പറയാം. ഓക്കെ, പിന്നെ അതുപോലെ ക്വയറ്റ്, കാം എന്നാണ്, ക്ലാം അല്ല കേട്ടോ. കാം ഒന്ന് പ്രൊനൗൺസ് ചെയ്ത്. calm, കാം, കാം എന്ന് പറഞ്ഞാൽ ശാന്തമായത്. ഇവിടെ എൽ സൈലന്റ് ആണ് കേട്ടോ. കാം എന്നേ പറയാൻ പാടുള്ളൂ. ഇനി റെസ്റ്റ്, റിലാക്സ്. ഓക്കെ, ഇനി നമുക്കൊരു 3 വേർഡ്സ് ഉണ്ട്, ഒന്ന് റീഡ് ചെയ്ത്. rock, stone, sniff, smell, inhale, tall, height, big. ഓക്കെ, സോ റോക്ക്, സ്റ്റോൺ ഏകദേശം സെയിം. ഒന്ന് പാറ, മറ്റേത് കല്ല്. പക്ഷെ കുറെ കല്ലുകൾ ചേർന്നിട്ട് തന്നെയല്ലേ ഒരു പാറ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അത് സിനോണിംസ് ആയിട്ട് എടുക്കാം. സ്നിഫ്, സ്നിഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ മണത്ത് നോക്കുക എന്നുള്ള മീനിങ് ആണ്. ശ്വസിച്ച് നോക്കുക. സ്മെൽ, ഇൻഹേൽ എന്നൊക്കെ പറയാം. പക്ഷെ സ്നിഫ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി ഹ്യൂമൻ ബീങ്സിന് നമ്മൾ പറയില്ല.
അതൊരു അനിമലിനെ പറയുള്ളൂ. ബേസിക്കലി ഏത് അനിമൽ എന്നാണ് പറയാന്നറിയോ നല്ല സ്നിഫിംഗ് പവർ ഉണ്ട് എന്നുള്ളത്? ഒരു അനിമലിന് cat, ഡോഗ്സിനാണ് പറയാം. ഡോഗ്സ്. ഡോഗിന് നല്ല സ്നിഫിംഗ് പവർ ഉണ്ട് എന്ന് പറയും. സ്നിഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മണത്ത് നോക്കുക. നെക്സ്റ്റ് സ്റ്റോൾ, ഹൈ, ബിഗ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി ഒരു 4 വേർഡ്സും കൂടെ ഉണ്ട്, കംപ്ലീറ്റ് ചെയ്യാം. true, right, correct, under, below, beneath, ഉം. woman, lady, female, elf, shout, scream. ആ, ഗുഡ്. ട്രൂ എന്നുള്ളതിനെ നമുക്ക് റൈറ്റ് എന്ന് പറയാം. യു ആർ റൈറ്റ്, യു ആർ ട്രൂ, യു ആർ കറക്റ്റ് എന്നൊക്കെ പറയാം. അണ്ടർ, അടിയിൽ എന്നുള്ള മീനിങ്. അപ്പൊ ബിലോ, ബിനീത്ത്. ബിനീത്ത് എന്നുള്ള വാക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ വേർഡ് ആയിരിക്കാം, പഠിച്ചു വെക്കുക കേട്ടോ. ബിലോ, ബിനീത്ത്. ദ ബുക്ക് ഈസ് ബിനീത്ത് ദ ചെയർ, അല്ലെങ്കിൽ ദ ബുക്ക് ഈസ് ബിനീത്ത് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ബുക്ക് ടേബിളിന്റെ അടിയിലാണ്. വുമൺ, ലേഡി, ഫീമെയിൽ. ഓക്കെ, പിന്നെ അതുപോലെ എൽ, എൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിലവിളിക്കുക. ആക്ച്വലി നിലവിളിച്ചുകൊണ്ട് കരയാന്നുള്ള മീനിങ് ആണ് എൽ എന്ന് പറഞ്ഞാല്. ടു സ്ക്രീം ആൻഡ് ക്രൈ. സോ ഷൗട്ട് എന്നും പറയാം, സ്ക്രീം. സ്ക്രീം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ബഹളം ഉണ്ടാക്കുക. ഓക്കെ, സോ വിത്ത് ദിസ് നമ്മൾ സിനോണിംസ് കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റിലേക്ക് പോകായാലോ, ആന്റണിംസിലേക്ക്. Yes, ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ആന്റണിംസ് പറയുമ്പോൾ വാട്ട് ആർ ആന്റണിംസ്? വാട്ട് ആർ ആന്റണിംസ്? clear ആയില്ല. ആന്റണിംസ് എന്താണ്? Opposite, ആ, വെരി ഗുഡ്, ഓപ്പോസിറ്റ്സ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒരു കാര്യം ചെയ്യാം. ഒന്ന് ലെഫ്റ്റിനും ഒന്ന് റൈറ്റിനും അങ്ങനെ അങ്ങനെ റീഡ് ചെയ്യാം. ഒന്ന് ലെഫ്റ്റിനും ഒന്ന് റൈറ്റിനും അങ്ങനെ അതിൽ കാണുന്നത് വരെ റീഡ് ചെയ്യാം. ആഡ്, സബ്ട്രാക്ട്, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. add, ആ, subtract, high, low, above, below, add, subtract, high, low, above, below, in, out, after, before, last, first, awake, asleep, last, first, bad, good, laugh, cry, better, worse, learn, teach, big, little, less, more, ഓക്കെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ആഡ്, alternate. അത് കുഴപ്പമില്ല, അടുത്തത് വായിക്കാം. അപ്പോ ആഡ്, സബ്ട്രാക്ട്, നമുക്കറിയാം മാത്സിലുള്ള രണ്ട് ഓപ്പറേഷൻസ് ആണ് അഡീഷനും സബ്ട്രാക്ഷനും. ആഡ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് സബ്ട്രാക്ട്. അപ്പൊ ഞാൻ വേറെ ഒന്ന് ചോദിക്കാം, മൾട്ടിപ്ലൈന്റെ ഓപ്പോസിറ്റ് എന്താണ്? അപ്പോ മൾട്ടിപ്ലൈ, ഡിവൈഡ് എന്ന് പറയും അല്ലെ? മൾട്ടിപ്ലൈ ഓപ്പോസിറ്റ് ഇസ് ഡിവൈഡ്. നിങ്ങൾ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ, 6th. ഓക്കെ, അപ്പോ ഹൈ, ലോ, above, below, in, out, after, before, ലാസ്റ്റ്, ഫസ്റ്റ്. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ, ബിഫോർ. Into, മൾട്ടിപ്ലിക്കേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഞാൻ ചോദിക്കുന്നത്. നേരത്തെ ചോദിച്ചത് മൾട്ടിപ്ലിക്കേഷന്റെ ഓപ്പോസിറ്റ് ആണ്.
നെറ്റ്വർക്ക് ഇത്തിരി ആ ഒന്ന് എക്സിറ്റ് ആയിട്ട് വന്ന് നോക്കൂ. ഒന്ന് എക്സിറ്റ് ആയിട്ട് വന്ന് നോക്കൂ ആദിനാഥ്. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കൂ. ഞാൻ ചോദിച്ചത് ആഡിന്റെ ഓപ്പോസിറ്റ് സബ്ട്രാക്ട് ആണെങ്കിൽ മൾട്ടിപ്ലൈന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഡിവിഷൻ. ഡിവിഷൻ. വെരി ഗുഡ്. മൾട്ടിപ്ലിക്കേഷന്റെ ഓപ്പോസിറ്റ് ഡിവിഷൻ എന്നാണ്. നമ്മൾ ഇൻറ്റു എന്ന് പറയുന്നത് ശരിക്കും ഇൻറ്റു എന്ന് പറയില്ല. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇൻറ്റു എന്ന് പറയുമ്പോ അങ്ങനെ പറയില്ല കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്യാന്നേ പറയുള്ളൂ. ഓക്കെ, മലയാളത്തിൽ നമ്മൾ എന്താ പറയാ, ഗുണിക്കുക എന്ന് പറയും അല്ലെ. ആർ യു സ്റ്റഡിങ് ഇൻ ഇംഗ്ലീഷ് മീഡിയം ഓർ മലയാളം മീഡിയം? ഇംഗ്ലീഷ് മീഡിയം. ഓക്കെ. ഹരിക്കുക, ഗുണിക്കുക കേട്ടിട്ടുണ്ടോ ഈ രണ്ട് വേർഡ്സ്? യെസ്. ഏതാണ് ഇതില് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. ഡിവിഷന് നമ്മൾ ഹരണം, ഹരിക്കുക എന്നൊക്കെ പറയും. അപ്പോ ഇൻറ്റു എന്ന് നമ്മൾ ജസ്റ്റ് ഒരു കോഡ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. 2നെ 4 കൊണ്ട് ഇൻറ്റു എന്ന് പറയും. പക്ഷെ നമ്മൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രോപ്പർ ലാംഗ്വേജ് അല്ല, മൾട്ടിപ്ലൈ ചെയ്യൂ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഹൈ, ലോ, അബവ്, ബിലോ, ഇൻ, ഔട്ട്, ആഫ്റ്റർ, ബിഫോർ, ലാസ്റ്റ്, ഫസ്റ്റ്, അവേക്ക്, അസ്ലീപ്. അവേക്ക് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റിരിക്കുക അല്ലെങ്കിൽ ഉണർന്നിരിക്കുക. അസ്ലീപ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുക. ലാസ്റ്റ്, ഫസ്റ്റ്, അവസാനത്തേത്, ആദ്യത്തേത്. ബാഡ്, ഗുഡ്, ലാഫ്, ക്രൈ, ബെറ്റർ, വേഴ്സ്. ഇപ്പൊ നമ്മള് ഗുഡിന് ബാഡ് പറഞ്ഞു. ഗുഡിന്റെ നമ്മൾ ഈ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അഡ്ജക്റ്റീവ്സിന് നമ്മൾ ഓരോ അഡ്ജക്റ്റീവിനും 3 ഡിഗ്രീസ് ഉണ്ട്. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. കേട്ടിട്ടുണ്ടോ അത്? യെസ്. അപ്പൊ അതില് ഗുഡിന്റെ കമ്പാരിറ്റീവ് ആണ് ബെറ്റർ, സൂപ്പർലേറ്റീവ് ആണ് ബെസ്റ്റ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്ന് പറയും. അപ്പൊ ഗുഡിന്റെ ഓപ്പോസിറ്റ് ബാഡ് ആണ്. അപ്പൊ ബെറ്ററിന്റെ ഓപ്പോസിറ്റ് വേഴ്സ് ആണ്, വേഴ്സ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഗുഡിന് എങ്ങനെയാണോ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും നമ്മൾ പറഞ്ഞത്, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, അതുപോലെ തന്നെ ബാഡിന്റെ കമ്പാരിറ്റീവ് ആണ് വേഴ്സ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് വേഴ്സ്റ്റ്. ഓക്കെ, അപ്പോ ഗുഡിന് ബാഡ് ആണ് ഓപ്പോസിറ്റ്, ബെറ്ററിന് വേഴ്സ് ആണ് ഓപ്പോസിറ്റ്. അപ്പൊ ബെസ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് അപ്പൊ എന്തായിരിക്കും? ബാഡിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അത് ഏത് വാക്കാണ്? വേഴ്സ്റ്റ്. വെരി ഗുഡ്, വേഴ്സ്റ്റ് എന്നായിരിക്കും അല്ലെ. യെസ്. അപ്പൊ അതിനെ തന്നെ ഓപ്പോസിറ്റുകളെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പോസിറ്റീവിന് പോസിറ്റീവ് തന്നെ എടുക്കുക, കമ്പാരിറ്റീവ് തന്നാൽ കമ്പാരിറ്റീവിന് തന്നെ എടുക്കാം, സൂപ്പർലേറ്റീവ് തന്നെ സൂപ്പർലേറ്റീവ് തന്നെ എടുക്കാം. ഇപ്പൊ നേരത്തെ നോക്കൂ, ആഡ് എന്നുള്ളതിന് സബ്ട്രാക്ട് എന്ന് പറഞ്ഞു. അതേസമയം ഇപ്പൊ അഡീഷൻ അങ്ങനെയായിരുന്നു തന്നിരുന്നതെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് സബ്ട്രാക്ട് എന്ന് എഴുതുവോ സബ്ട്രാക്ഷൻ എന്ന് എഴുതുവോ? ഏതായിരിക്കും കറക്റ്റ്? സബ്ട്രാക്ഷൻ. അങ്ങനെ എഴുതും അല്ലെ. കാരണം അത് അതിന്റെ ഫോമിനനുസരിച്ച് നമ്മൾ മാറ്റും. ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ തന്നിട്ടുള്ളത് അതേ ഫോമിലായിരിക്കണം നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും പോസിറ്റീവ് ഡിഗ്രിയിലുള്ള വാക്ക് തന്നാൽ പോസിറ്റീവ് ഡിഗ്രിയിൽ തന്നെ ഓപ്പോസിറ്റ് എഴുതണം. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ തന്നാൽ കമ്പാരിറ്റീവിൽ എഴുതാം. സൂപ്പർലേറ്റീവിന് സൂപ്പർലേറ്റീവ് ആക്കുക. ഓക്കെ, യെസ്. ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് ബിഗ്, ലിറ്റിൽ, ലെസ്, മോർ അതുവരെ വായിച്ചു. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ നിന്നാണ് വായിക്കേണ്ടത്. ബർത്ത്, ഡെത്ത്. കണ്ടിന്യൂ ചെയ്തു. Adinath, you can read, okay? Birth, death, life, truth, boy, girl, long, short, clean, dirty, lost, tight, close, open, lost, found, cold, hot, love, hate, end, begin, north, south, dark, light, on, off, day, night, over, under. Okay. ഇപ്പൊ ബർത്ത്, ഡെത്ത്, ജനനം, മരണം നമുക്കറിയാം.
ലൈ, ട്രൂത്ത്. കളവ് അല്ലെങ്കിൽ നുണ, സത്യം. ഓക്കെ. ബോയ്, ഗേൾ. ലോങ്, ഷോർട്ട്. ക്ലീൻ, ഡേർട്ടി. ഇപ്പൊ ഈ ക്ലീനിന് നമ്മളൊരു സിനോണിം പഠിച്ചല്ലോ, ടൈഡി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ടൈഡി എന്ന് പറഞ്ഞാൽ ടൈഡിന്റെ ഒരു ഓപ്പോസിറ്റ് നമുക്ക് അതേപോലെ തന്നെ ഒരു വേർഡ് കിട്ടും. ഡേർട്ടിന്ന് മീനിങ് വരുന്ന ഒരു വേർഡ് ടൈഡിക്കും ഉണ്ട്, ടൈഡിന്റെ ഓപ്പോസിറ്റിനും ഉണ്ട്. അതെന്താണെന്നറിയോ? ടൈഡിന്റെ ഓപ്പോസിറ്റ് ഒന്നുമില്ല, ക്ലീനിന് തന്നെയാണ് ടൈഡിന്റെ മീനിങ്. പക്ഷെ ടൈഡി ഓപ്പോസിറ്റ്, ആ ടൈഡിന്റെ കൂടെ ഒരു പ്രിഫിക്സ് ചേർത്താൽ മതി. അൺടൈഡി എന്ന് പറയാം. ഓക്കെ. സോ ടൈഡി ഓപ്പോസിറ്റ് ഇസ് അൺടൈഡി. അത് തന്നെയാണ് ക്ലീൻ എന്ന് പറയുന്നത്, ടൈഡി എന്ന് പറയുന്നത് സെയിം. അപ്പൊ അൺടൈഡി എന്ന് പറഞ്ഞാൽ ഡേർട്ടി എന്നാണ് മീനിങ്. ക്ലിയർ ആകുന്നുണ്ടോ ഡിഫറൻസ്? Yes. ഇനി ക്ലോസ്, ഓപ്പൺ, കോൾഡ്, ഹോട്ട്, എൻഡ്, ബിഗിൻ, ഡാർക്ക്, ലൈറ്റ്, ഡേ, നൈറ്റ്. പിന്നെ ലോങ്, ഷോർട്ട്, ലൂസ്, ടൈറ്റ്. ലൂസ് എന്നാണ് വായിക്കേണ്ടത്. ഓക്കെ. ലൂസ്, ടൈറ്റ്. ലോസ്റ്റ്, ഫൗണ്ട്. കാണാതാവുക, തിരിച്ചു കിട്ടുക. ലോസ്റ്റ്, ഫൗണ്ട്. ലവ്, ഹേറ്റ്. സ്നേഹം, വെറുപ്പ്. പിന്നെ നോർത്ത്, സൗത്ത്, ഓൺ, ഓഫ്, അണ്ടർ, സോറി, ഓവർ, അണ്ടർ. ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? നോർത്തിന് സൗത്ത്. അപ്പൊ ഈസ്റ്റിന് West. വെരി ഗുഡ്. ഓക്കെ. ഇപ്പൊ നമുക്ക് ലാസ്റ്റ് കുറച്ച് സെറ്റും കൂടെ ഉണ്ട്, അതും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. യെസ് ആദിരാജ്, കണ്ടിന്യൂ. Even, odd, play, work, fail, pass, polite, പൊളൈറ്റ്, polite, rude, play, pay, ഫാൾസ്, false, true, poor, rich, float, sing, present, absent, east, west, top, bottom, fat, skinny, quick, slow, hungry, full, gentle, rough, right, wrong, ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ പറയുന്നത്? ഈവൻ, ഓഡ്. ഈവൻ ആൻഡ് ഓഡ് മാത്സിൽ പഠിക്കും. ഒരു ഈവൻ നമ്പറിനും ഓഡ് നമ്പറിനും എക്സാമ്പിൾ പറയൂ. even to, odd one, ഈവൻ, ടു, ഓഡ്. What is the odd number? What is an odd number? 1, 1. Okay. So ഈവൻ ആൻഡ് ഓഡ് നമ്പേഴ്സ് അറിയാം. സോ ഓപ്പോസിറ്റ്സ് ആണ് ഇവര്. മാത്സിൽ നമ്മൾ പഠിക്കുന്നവരാണ്. ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ എന്ന് പറയും. Then play, work. Fail, pass. Polite. Polite means to be kind or to be soft. Opposite is rude. വളരെ പരുഷമായിട്ട് പെരുമാറുക. റൂഡ്. ഫാൾസ്, ട്രൂ. ഫാൾസ് എന്ന് പറഞ്ഞാൽ റോങ് എന്നാണ് മീനിങ് കേട്ടോ. ഫാൾസ്. ട്രൂ ഇസ് ദ ഓപ്പോസിറ്റ്. പുവർ, പുവർ, റിച്ച്, ഫ്ലോട്ട്, സിങ്ക്. എന്താണ് ഫ്ലോട്ട്? float, പൊങ്ങിക്കിടക്കുക, പൊങ്ങിക്കിടക്കുക. ഓക്കെ. പൊങ്ങിക്കിടക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി പൊങ്ങി പൊങ്ങി ഇങ്ങനെ ഒഴുകുന്നതിനെ പറയും. സിങ്ക് എന്ന് പറയുമ്പോൾ അടിയിലോട്ട് പോവുക, വെള്ളത്തിന്റെ. മുങ്ങുക അല്ലെ, മുങ്ങി താഴുന്നത്. ഓക്കെ. സോ ഫ്ലോട്ട്, സിങ്ക്. നെക്സ്റ്റ് ഇസ് പ്രസന്റ്, absent. East, west. Top, bottom. Fat, skinny. ഫാറ്റ് പറയുമ്പോൾ നമുക്കറിയാം നല്ല തടിച്ചവരെ. സ്കിന്നി എന്ന് പറഞ്ഞാൽ someone who is very thin, വളരെ വീക്ക് ആൻഡ് തിൻ ആയിട്ടിരിക്കുന്നവരെ നമ്മൾ സ്കിന്നി എന്ന് പറയും. അടുത്തത് ക്വിക്ക്, സ്ലോ. ഹംഗ്രി, ഫുൾ. ഹംഗ്രി പറയുമ്പോൾ നല്ല വിശപ്പ്. ഫുൾ എന്ന് പറഞ്ഞാൽ വിശപ്പൊന്നുമില്ല, വിശപ്പൊക്കെ തീർന്നു. റേസ്, ലോവർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. റേസ് എന്ന് പറഞ്ഞാൽ ഉയർത്തുക എന്നുള്ള മീനിങ് ആണ്. റേസിംഗ് ദ ബാഗ്, റേസിംഗ് ദ ലഗേജ്. ലോവർ എന്ന് പറഞ്ഞാൽ താഴ്ത്തുക, ഉയർത്തുക, താഴ്ത്തുക. ജെന്റിൽ, റഫ്. വാട്ട് ഇസ് ജെന്റിൽ? അവളുടെ സ്കിന്ന് ഭയങ്കര ജെന്റിൽ ആണ് എന്ന് പറഞ്ഞാൽ
സോഫ്റ്റ് ആണോ? വെരി ഗുഡ്, സോഫ്റ്റ്. ഓപ്പോസിറ്റ് ആണ് റഫ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റൈറ്റ്, റോങ്. ഇനി കുറച്ച് വേർഡ്സും കൂടെ ഉള്ളൂ. ഒന്ന് മിസ് റീഡ് ചെയ്യാം. ഹാപ്പി, സാഡ്. ഓക്കെ, അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. ഹാപ്പി, സാഡ്, റൈസ്, സിങ്ക്, ഹാർഡ്, സോഫ്റ്റ്, റഫ്, സ്മൂത്ത്, ഹെവി, ലൈറ്റ്, സ്റ്റേ, ലീവ്, സെയിം, ഡിഫറെന്റ്, സ്റ്റോപ്പ്, ഗോ, സെൽ, ബൈ, സ്ട്രോങ്, വീക്ക്, ഷോർട്ട്, ലോങ്, ടീച്ചർ, സ്റ്റുഡന്റ്, sour, sweet, tidy, മെസ്സി. messy, messy, start, stop, true, false, വായിച്ചോളൂ, ആ രണ്ടും കൂടെ കംപ്ലീറ്റ് ചെയ്തു. ugly, beautiful, well, sick, win, lost, young, old. വെരി ഗുഡ്. സോ ഇവിടെ നമുക്ക് ഹാപ്പി, സാഡ്, ഹാപ്പി, സാഡ് എന്ന് പറയുന്നു. പിന്നെ റൈസ്, സിങ്ക്. നമ്മൾ സിങ്കിന് നേരത്തെ നോക്കിയ വേർഡ് എന്തായിരുന്നു? സിങ്കിന്റെ ഓപ്പോസിറ്റ് കുറച്ചു മുമ്പ്. താഴോട്ട് പോവുക. അത് ഓക്കെ. അതിന് മുമ്പ് കുറച്ചു മുമ്പ് നോക്കിയ ഓപ്പോസിറ്റ് എന്തായിരുന്നു? ആന്റണിം എന്തായിരുന്നു റൈസ് സിങ്കിന്റെ? ഫ്ലോട്ട്. ഫ്ലോട്ട് എന്നാണ്. അപ്പൊ ഫ്ലോട്ടിന്റെ ഓപ്പോസിറ്റും സിങ്ക് ആണ്, റൈസിന്റെ ഓപ്പോസിറ്റും സിങ്ക് ആണ്. റൈസ് എന്ന് പറഞ്ഞാൽ ഉയരുക, സ്വയം ഉയർന്നു വരിക. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നൊക്കെ പറയില്ലേ, റൈസ്. അപ്പൊ റൈസ് ഉയരുക, സിങ്ക് താഴുക. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുക. അതും എന്താണ്? അതിന്റെ ഓപ്പോസിറ്റും സിങ്ക് തന്നെയാണ്. ഓക്കെ, പിന്നെ ഈ RISC റൈസും RAISC റേസും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്, അറിയോ? പലപ്പോഴും നമ്മൾ അറിയാണ്ട് റൈസിന്റെ സ്ഥാനത്ത് റേസ് എന്ന് എഴുതാറുണ്ട്, റേസിന് പകരം റൈസ് എന്ന് എഴുതി പോവാറുണ്ട്. പല സ്റ്റുഡൻസും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. എന്താണ് അവർ തമ്മിൽ ഡിഫറൻസ്? മലയാള അർത്ഥം പറഞ്ഞാൽ മതി. വാട്ട് ഈസ് RISC? പൊക്കുക. അതാണ് റേസ്. പൊക്കുക എന്ന് പറഞ്ഞാൽ റേസ് ആണ്. അപ്പൊ RISC എന്താണ്? ഒരു മത്സരം. അത് റേസ്, RACE. ഓക്കെ, അപ്പോ നാല് വേർഡ്സിന് ഒരേപോലെ ഏകദേശം പ്രൊനൗൺസിയേഷൻ വരുന്നത് ഏതൊക്കെയാന്ന് പറയട്ടെ. ഏറ്റവും ആദ്യം പറയാം RICE. എന്താ RICE? അറിയോ അതിനകത്ത്? RICE എന്താണ്? വാട്ട് ഇസ് ഇറ്റ്? ഹലോ, പറയൂ, കേൾക്കുന്നില്ലേ? RICE എന്താണ്? RICE 6th സ്റ്റാൻഡേർഡിലുള്ള ഒരു കുട്ടിക്ക് അറിയുന്ന കാര്യമാണ് ചോദിക്കുന്നത്. അപ്പൊ പിന്നെ പറയാം. സൺറൈസ് ആണോ? സ്പെല്ലിംഗ് ശ്രദ്ധിക്കൂ. RICE. റൈസ്. ഞാൻ പറയുന്ന റൈസ് RICE ആണ്. അതിന്റെ അർത്ഥം എന്താ? സോറി മിസ്. ചോറ്. അറിയില്ല? അരി എന്നൊക്കെ പറയില്ലേ നമ്മൾ, അരി, ചോറ്. റൈസ്, നമ്മൾ കഴിക്കുന്ന അരിനെയാണ് റൈസ് എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ റൈസ്, RICE. ഇതെന്താ മോനെ, 6th പഠിക്കുന്ന ആൾക്ക് ഇതൊന്നും അറിയില്ലേ? റൈസ് എന്താന്ന് അറിയില്ലേ? സയൻസിലൊക്കെ പഠിക്കുന്നുണ്ടാവില്ലേ നിങ്ങള്? കാർബോഹൈഡ്രേറ്റ്സ്, റൈസ്, സ്റ്റാർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്ലാസ്സിലാണല്ലോ അതൊക്കെ പഠിക്കുന്നത്. അതിശയം തോന്നുകയാണ് 6th ഒരു കുട്ടിക്ക് റൈസ് എന്താന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ. ഓക്കെ, RICE. ഓക്കെ, അടുത്തത് ഞാൻ പറയുന്നത് RISC. RISC ആണ് നീ പറയുന്ന സൺറൈസ്, അതായത് സ്വയം ഉയരുക. സ്വയം ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. നമ്മൾ ആരും പിടിച്ചുയർത്തല്ല ചെയ്യുന്നത്, അത് സ്വയം ഉള്ളിലേക്ക് വരികയാണ്. RISC എന്ന് പറഞ്ഞാൽ ഉയരുക.
റൈസ്. ഇനി ഞാൻ അടുത്തതിലേക്ക് വരാം. RAISE. RAISE എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യാ നമ്മള്? റൈസ്. റേസ് എന്നാണ്. ഇതിനെ റൈസ് എന്ന് പറഞ്ഞു, അതിനെ റേസ് എന്നാണ്. റേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയർത്തുക. നമ്മള് ഒരു എഫേർട്ട് കൊടുത്ത് ഫോഴ്സ് കൊടുത്ത് ഉയർത്തുക. ഫോർ എക്സാമ്പിൾ, റേസ് ദ ബാഗ്, അല്ലെങ്കിൽ റേസ് ദ ഫർണിച്ചർ, റേസ് ദ ബാഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്വയം ആ ലഗേജിനെയോ ബാഗിനെയോ ഫർണിച്ചറിനെയോ ഉയർത്തണം. നമ്മൾ ഫോഴ്സ് കൊടുത്താലേ അത് ഉയർത്താൻ പറ്റുള്ളൂ. എന്നാൽ സൺറൈസ് ആവുന്നത് അങ്ങനെയാണോ? സണ്ണിനെ നമ്മളാണോ രാവിലെ ഡെയിലി പൊക്കി മുകളിലേക്ക് കൊണ്ടുവരുന്നത്? നോ. അത് സ്വയം ഉയർന്നു വരികയാണ് എന്നാണ് നമ്മളുടെ ഒരു കോൺസെപ്റ്റ് സയൻസിൽ. അപ്പോ അത് റൈസ്, ഇത് റേസ്. റൈസ് എന്ന് പറഞ്ഞാൽ സ്വയം ഉയരുക, റേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയർത്തുക. പ്രൊണൗൺസിയേഷനിൽ തന്നെ വ്യത്യാസമുണ്ട്. ഒന്ന് റൈസ് ആണ്, മറ്റേത് റേസ് ആണ്. വ്യത്യാസം കാണുന്നില്ലേ? ഇനിയിപ്പോ RISCന്റെ അതേ പ്രൊണൗൺസിയേഷൻ വരുന്ന ഒരു വേർഡാണ് ഞാൻ പറഞ്ഞ ചോറ് അല്ലെങ്കിൽ അരി എന്ന് പറയുന്ന RICE. അപ്പൊ അത് വിട്ടേക്കൂ. റൈസ് RICE പഠിച്ചു, RISC പഠിച്ചു, RAISCയും പഠിച്ചു. ഇനി നീ ഒന്ന് പറഞ്ഞല്ലോ മത്സരം, അതിന്റെ സ്പെല്ലിംഗ് എന്താ? റണ്ണിങ് റേസ്, ഹോഴ്സ് റേസ് എന്നൊക്കെ പറയല്ലോ. പന്തയം, റേസ്, അതിന്റെ സ്പെല്ലിംഗ് എന്താണ് ഇപ്പോ? RACE. അതാണ് റേസ്. RACE. അപ്പോ RICE വേറെ, RISC വേറെ, RAISC വേറെ, RACE വേറെ. നാല് വ്യത്യസ്ത വേർഡ്സുകളാണ്. ഓക്കെ, ഇത് നാല് വ്യത്യസ്ത വേർഡുകളാണ്. ഇനി ഒരു വേർഡും കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം. റേസിന്റെ അതേ പ്രൊനൗൺസിയേഷൻ ഉള്ള ഒരു വേർഡും കൂടെ ഉണ്ട്, ഒരു ഇതും കൂടെ ഉണ്ട്. RAYS, റേസ്. റേസ്, RAYS. അതെന്താണെന്നറിയോ? RAY, അത് റേ എന്ന് പറഞ്ഞാൽ എന്താണ്? സൺ റേ, റേസ് ഓഫ് സൺ എന്നൊക്കെ പറയും. അതായത് രശ്മികള്, സൂര്യകിരണങ്ങള്, അതിന് റേസ് എന്ന് പറയും. RAYS എന്നാണ് അതിനെ പറയാം. ഓക്കെ, അപ്പൊ ഒരുപാട് വേർഡ്സിന് ഈ ഒരു പ്രൊനൗൺസിയേഷൻ വരുന്നത് കൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. റൈസ് ആണോ, റേസ് ആണോ, റേസ് ആണോ, ഏതാണെന്നുള്ള കൺഫ്യൂഷൻ വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 5 വേർഡ്സ് ഞാൻ പറഞ്ഞു. 5ന്റെയും പ്രൊനൗൺസിയേഷനും നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ മീനിങ്സും മനസ്സിലാക്കണം. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അടുത്തതാണ് ഹാർഡ്, സോഫ്റ്റ്, റഫ്, സ്മൂത്ത്. അപ്പൊ റഫ് എന്ന് പറഞ്ഞാൽ ഹാർഡ് അത് തന്നെയാണ്. സോഫ്റ്റിനെ നമുക്ക് സ്മൂത്ത് എന്നും പറയാം. അപ്പൊ ആ രണ്ടും ഒരേ കാറ്റഗറിയിൽ വരുന്നവരാണ്. ഹാർഡ്, സോഫ്റ്റ്, അതുപോലെ റഫ്, സ്മൂത്ത്. പിന്നെ ഹെവി, ലൈറ്റ്. ഹെവി മീൻസ് ഭാരമുള്ളത്, ലൈറ്റ് പറയുമ്പോൾ നല്ല ഭാരമില്ലാത്തത്. ഹെവി ഫുഡ്, ലൈറ്റ് ഫുഡ് എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ എവിടെയെങ്കിലും ടൂർ ഒക്കെ പോകുമ്പോൾ, ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കരുത്, ലൈറ്റ് ആയിട്ടേ കഴിച്ചിട്ട് പോകാൻ പാടുള്ളൂ എന്ന് പറയും. ട്രാവൽ ചെയ്യാൻ അപ്പോഴേ ഒരു സുഖം ഉണ്ടാവുള്ളൂ. പിന്നെ സ്റ്റേ, ലീവ്. സ്റ്റേ പറയുമ്പോൾ അവിടെ തന്നെ തങ്ങുക, ലീവ് എന്ന് പറയുമ്പോൾ പോവുക. സെയിം, ഡിഫറെന്റ്. സ്റ്റോപ്പ്, ഗോ. സെൽ, ബൈ. സ്ട്രോങ്, വീക്ക്. ഷോർട്ട്, ലോങ്. ടീച്ചർ, സ്റ്റുഡന്റ്. സോവർ, സ്വീറ്റ്. എന്താണ് സോവർ? സോവർ, SOUR. പുളി, പുളിപ്പ്. ആൻഡ് സ്വീറ്റ്, വാട്ട് ഈസ് സ്വീറ്റ്? പുളി. മധുരം. സോവർ, സ്വീറ്റ്. ഓക്കെ. ടൈഡി, മെസ്സി. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ക്ലീൻ, ഡേർട്ടി. അതുപോലെയാണ് ടൈഡി, മെസ്സി. ടൈഡി എന്ന് പറഞ്ഞാല് ക്ലീൻ എന്നാണ്, മെസ്സി എന്ന് പറഞ്ഞാൽ ഡേർട്ടി എന്നാണ്. മെസ്സി, ഇത് മറ്റേ മെസ്സി അല്ല, ഫുട്ബോൾ പ്ലെയർ മെസ്സി അല്ല, ഇത് MESSY മെസ്സി. മെസ്സി എന്ന് പറഞ്ഞാൽ അത് അലങ്കോലായി കിടക്കുക. ഓക്കെ, ഇനി സ്റ്റാർട്ട്, സ്റ്റോപ്പ്. ട്രൂ, ഫാൾസ്. അഗ്ലി, ബ്യൂട്ടിഫുൾ. അഗ്ലി എന്ന് പറഞ്ഞ്, വാട്ട് ഇസ് അഗ്ലി?
ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത്. അപ്പൊ അഗ്ലി എന്ന് പറയുമ്പോൾ ഭംഗിയില്ലാത്തത്. ഭംഗിയില്ലാത്തത്, കാണാൻ കൊള്ളില്ലാത്തത് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അഗ്ലി ഓപ്പോസിറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. ഓർ തിരിച്ചും പറയാം, ബ്യൂട്ടിഫുൾ ഓപ്പോസിറ്റ് ഇസ് അഗ്ലി. ഇനി വെൽ സിക്ക്. വെൽ എന്ന് പറഞ്ഞാൽ നല്ല, എന്താ പറയാ, സുഖമായിട്ടുള്ള ഒരു ഇത്. സിക്ക് എന്ന് പറയുമ്പോൾ അസുഖം ബാധിച്ചിരിക്കുക, സുഖം അസുഖം. പിന്നെ വിൻ ലോസ്, ജയിക്കുക തോൽക്കുക, വിൻ ലോസ്. ആൻഡ് ലാസ്റ്റ് വൺ യങ് ഓൾഡ്, ചെറുപ്പം പിന്നെ വാർദ്ധക്യം, യങ് ഓൾഡ്. സോ ഇതോടെ നമ്മുടെ സിനോണിംസ് ആൻഡ് ആന്റണിംസ് കംപ്ലീറ്റഡ് ആണ്. അതിനകത്ത് ഞാൻ ചെറിയൊരു ടാസ്ക് തരാം. ഓക്കെ, നമ്മളിപ്പോ ഒരു ചെറിയൊരു ടാസ്ക് ചെയ്യാൻ പോവാണ്. അതായത് ഐ വിൽ ഗിവ് യു എ ലിസ്റ്റ് ഓഫ് വേർഡ്സ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിന്റെ നേരെ നേരെ നമുക്ക് രണ്ട് വാക്കുകളും തന്നിട്ടുണ്ടാവും. ഓക്കെ, അതായത് നമുക്ക് ഓരോ വേർഡിന്റെയും നേരെ ടു വേർഡ്സ് തന്നിട്ടുണ്ടാവും. അതിൽ ഏതാണ് ആ വേർഡിന്റെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡിന്റെ സിനോണിം ഏതാണ്, ആന്റണിം ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. റെഡി? Yes. ഒരു സെക്കൻഡ് കേട്ടോ, സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ, ഒരു സെക്കൻഡ്. നെറ്റ് എന്തോ സ്ലോ ആയിട്ടുണ്ട് മോനെ, എന്തോ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം. ഓക്കെ, അതിപ്പോ സ്ക്രീൻ പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. വാട്ട് ആർ സിനോണിംസ്? എന്താണ് സിനോണിംസ്? Same words. സെയിം വേർഡ്സ് ആണോ? Same meanings. എടാ അത് ഡെഫിനിഷൻ ആയിട്ട് പറയും. സെയിം മീനിങ്, സെയിം വേർഡ്സ് അങ്ങനെ പറയല്ലേ? വേർഡ്സ് വിത്ത് സെയിം മീനിങ്സ് അല്ലേ? Words with same meanings are called synonyms. Okay, so what are antonyms? Opposite meaning. Words with opposite meanings are called antonyms. ഒരു സിനോണിമിനും ഒരു ആന്റണിമിനും ഒരു എക്സാമ്പിൾ തരൂ. ഹലോ ആദിന, കേൾക്കുന്നുണ്ടോ? Father, ഉം. daddy, dad. ഇത് വന്നിട്ട് ഏതിന്റെ എക്സാമ്പിൾ ആണ്? Synonym. സിനോണിംസ്. ഓക്കെ, ആന്റണിംസ് ഒരു എക്സാമ്പിൾ തരൂ. Even, odd. ഈവൻ, ഓഡ്. വെരി ഗുഡ്. ഇപ്പോ ഒന്ന് സ്ക്രീൻ ഓക്കെ ആയിട്ടുണ്ട് തോന്നുന്നു. ഞാൻ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കാം.
ഇല്ല മോനെ, നെറ്റ് എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്കപ്പോ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടാസ്ക് ആയിട്ട് ചെയ്യാം. കുറച്ച് വേർഡ്സ് ഞാൻ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യും. അപ്പൊ അതിന് ഒരു PPT ഉണ്ട് എൻ്റെ അടുത്ത്. സോ ആ PPTയും കൂടെ ഞാൻ ഒന്ന് പ്രസന്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് കുറച്ച് നന്നായിരിക്കും. ഇപ്പൊ കിട്ടുമോ നോക്കട്ടെ. ശരിയായതുപോലെ ഉണ്ട്. സ്ക്രീൻ വിസിബിൾ ആണോ? Is the screen visible? Yes. Mm-mm. Find synonyms and Yes. antonyms. Okay. അപ്പൊ ഇതാണ് ടാസ്ക്. ഇപ്പൊ നമുക്ക് കുറച്ച് വേർഡ്സ് ഉണ്ട് അല്ലെ. ബിഗിന് ടൈനി, ലാർജ്, ഫാസ്റ്റിന് ക്വിക്ക്, സ്ലോ, ഹാപ്പിന് ജോയ്ഫുൾ, സാഡ്, ഇങ്ങനെയുണ്ട്. അപ്പൊ ഓരോ വേർഡിന്റെയും സിനോണിം ഏതാണ്, ആന്റണിം ഏതാണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ബിഗ്. വിച്ച് ഇസ് ദ സിനോണിം ആൻഡ് വിച്ച് ഇസ് ദ ആന്റണിം? ഇംഗ്ലീഷിൽ തന്നെ ആൻസർ പറയാം കേട്ടോ. അതായത് ഏത് വാക്കാണോ അത് ഇതാണ്, ഇത് ഇതാണ്, അങ്ങനെ പറഞ്ഞിട്ട് പറയാം. ബിഗ് ആണ് ഫസ്റ്റ് വേർഡ്. കേൾക്കുന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ തുടങ്ങിക്കോളൂ. Synonym, big, large. Okay, and what is the antonym? Big, large. Antonym of Antonym, big, tiny. tiny. Okay. Next one നോക്കൂ, fast. Which is the synonym and which is the antonym? Tiny. Fast. Synonym, fast, quick. Antonym, fast, slow. Okay. ഒരു വേർഡും കൂടെ ചെയ്യാം, ഹാപ്പി. അതിന്റെ സിനോണിമും ആന്റണിമും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. Joyful. Antonym, sad. ഓക്കെ, ഗുഡ്. സോ നമുക്ക് ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, കാരണം പിന്നെയും നെറ്റിന്റെ എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പൊ ഏതായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്തതുപോലെ ആകും. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഒരു റിവിഷൻ പോലെ ആയിക്കോട്ടെ. ഓക്കെ അതിനകത്ത് അപ്പൊ നമുക്ക് ബാക്കി നെക്സ്റ്റ് സൺഡേ അറ്റ് 10 o'clock കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇന്ന് എടുത്ത ക്ലാസ് ക്ലിയർ ആയോ?